സാന്ദർഭികമായി ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ടോൾ കഴിഞ്ഞ ജനുവരി 30-ാം തീയതി ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ ഇവിടെ ഒട്ടപ്പാറ സർവീസ് റോഡ് ഒരു കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് സഡൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് താഴ്ചയാണ്. ഇവിടെയുള്ള ആളുകൾ വളാഞ്ചേരിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, കഞ്ഞിപ്പുരയിലൂടെ കയറി റോങ് സൈഡ് കയറിയിട്ട് വേണം വളാഞ്ചേരിയിലേക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ട് പോകാൻ. അവര് അങ്ങനെ വളരെ കൺജസ്റ്റഡ് ആയിട്ട് പോകുമ്പോഴും ഇവിടെ ഇതുവഴി വരുമ്പോൾ ഇവിടെ 300, 400, 600 രൂപ ടോൾ കൊടുത്തിട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ കരിപ്പോളിൽ നിന്ന് വെട്ടിച്ചിറയിലേക്ക് ഇവിടെയുള്ള പ്രദേശത്തുകാര് സാമഗ്രികൾ വാങ്ങാനും ആശുപത്രികളിലേക്ക് പോകാനും ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. ഇവിടെ ഒരു കാൽനടയായിട്ട് നടക്കാനുള്ള ഒരു വഴി പോലും ഇന്നിവിടെ ഈ ടോൾ പ്ലാസയിൽ ഇവരിവിടെ സൗകര്യം ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഫുട്പാത്ത് പോലും മര്യാദക്ക് ഉണ്ടാക്കിയിട്ടില്ല. ആ ഫുട്പാത്ത് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള വഴിയിലൂടെയാണ് ഇവിടെ ഓട്ടോറിക്ഷയും ബൈക്കുകളും പോകാൻ വേണ്ടിയിട്ട് ഇവരിവിടെ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പൂച്ചക്കുട്ടിക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം പോലും ഇവരിവിടെ ഏർപ്പാട് ചെയ്തിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് വെട്ടിച്ചിറ ചുങ്കം സർവീസ് റോഡ്. നമുക്കറിയാം, നമ്മുടെ പാർട്ടി SDPI ഈ റോഡ് പണിയുടെ തുടക്കത്തിൽ തന്നെ ഈ അധികാരികളുമായിട്ട് ഭരണസമിതിയുമായിട്ടും ഇവിടെ MLAയുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, ഇവിടെ നമുക്ക് സർവീസ് റോഡ് വേണം എന്നുള്ളത്. അന്നൊക്കെ ഈ ഭരണസമിതിയും ഈ MLA നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാളെ വരും, മറ്റന്നാളെ വരും, ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ ഈ മുസ്ലിം ലീഗ് എന്നിട്ട് നമ്മൾ ഇവിടുത്തെ കരാർ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ സർവീസ് റോഡ് DPR ഇല്ല എന്നുള്ളതാണ്. ഈ ഭരണസമിതി അറിയാതെ ഇവിടെ ഒരു DPR ഉണ്ടാക്കുകയില്ല എന്ന് നമ്മൾ അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നു. ഇന്ന് ഇവിടെ ഈ ജനുവരി 30 ടോൾ പിരിവ് ആരംഭിച്ചപ്പോൾ ഇവരിവിടെ ജനപ്രതിനിധികളുടെ സമരം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കൊടി പിടിച്ചിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു പ്രകടനം ഇവിടെ നടത്തുകയുണ്ടായി. ഇവിടെ ഈ ടോൾ പിരിവ് കേന്ദ്രത്തിൽ ഇവിടെ ടോൾ പിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരാണ്. അതിന്റെ കരാർ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരാണ്. ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സ്വന്തക്കാരാണ് ഇവിടെ ഈ ഒരു കമ്മീഷൻ പറ്റിയിട്ട് ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്തത്. എന്നിട്ട് അവർ പച്ചക്കൊടി പിടിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രഹസന സമരമാണ് ഇവിടെ നടത്തുന്നത്. മാത്രമല്ല, ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയും ആദവനാട് പഞ്ചായത്ത് ഭരണസമിതിയും കുറ്റിപ്പുറം ബ്ലോക്കും ഇവിടെ പ്രമേയം പാസ്സാക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇത്രയും കാലം പ്രമേയം പാസ്സാക്കാതെ ഈ ടോൾ പിരിവ് ആരംഭിച്ചതിന് ശേഷമാണ് ഇവിടെ ഇവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ ഏർപ്പാട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാലം നിങ്ങൾ ഇതിന് കണക്ക് ചോദിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം പറയലാണ്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ കരുത്തനായ തിരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് SDPIയുടെ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് മജീദ് മഞ്ഞക്കണ്ടൻ, ഷമീർ KC എന്നിവരെയും അതുപോലെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും യാത്രക്കാരെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അഷ്റഫ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ തൊഴിലാളി സുഹൃത്തുക്കളെ, വിഷയം എന്താണെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ നാട്ടിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഉദ്യോഗ തലങ്ങളിലുള്ള എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം. പരിപൂർണമായ രീതിയിൽ അതിന്റെ പൂർത്തീകരണം ഒന്നും നടത്താതെ ടോൾ പിരിവിന് ഞങ്ങൾ എതിരല്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യുന്നതിൽ ഇത്ര ധൃതി കാണിച്ചത് എന്ത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പിടുത്തം കിട്ടാത്തത്. നമ്മളൊരു ടോള് കൊടുത്തിട്ട് നമുക്ക് സഞ്ചരിക്കാൻ അനുവദിച്ച ഒരു കിലോമീറ്ററിന്റെ കണക്കുണ്ട്. ആ കണക്കിന്റെ പകുതി പോലും എത്തുന്നതിന് മുമ്പ് അടുത്ത ടോള് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ടോള് കൊടുത്ത് തന്നെ നമ്മൾ സുഖകരമായി യാത്ര ചെയ്യുന്നതിന് പകരം പിന്നീട് നമ്മൾ വളരെ ദുർഘടം പിടിച്ച രീതിയിൽ പിന്നെയും യാത്ര ചെയ്തിട്ട് വേണം പിന്നെ ഹൈവേയിലേക്ക് കയറണമെങ്കിൽ. ഇത് പൂർത്തിയാക്കാനുള്ള സമയം പോലും എടുക്കാതെ ജനങ്ങളെ പക്കൽ നിന്ന് ഇത്തരത്തിലുള്ള പിരിവുകൾ നടത്തുന്നതിനാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഇവിടെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമമാണ് ഇവിടുത്തെ ഭരണകൂടങ്ങളും അതുപോലെ എല്ലാവരും കാംക്ഷിക്കുന്നതെങ്കിൽ അതോടൊപ്പം നിൽക്കണമെന്നാണ് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ
തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഈ സൂചന ധർണ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തിരുത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ വളരെ കൃത്യമായി അറിയാം. വളരെ ധൃതി പിടിച്ചാണ് എന്നുള്ളത് അതിന്റെ സ്റ്റിക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമാണ്. ഒരു മാന്യമായ രീതിയിൽ പൊന്താനും താകാനും വരെ കഴിയാത്ത രീതിയിലുള്ള സ്റ്റിക്കുകൾ ഉപയോഗിച്ച് ഇവിടെ പണം പിരിവ് വളരെ ധൃതിയിൽ നടത്തിയപ്പോൾ തന്നെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അതിന്റെ കൂടെ ഇത്തരം സമര പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിസരവാസികൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി കോടതി നിശ്ചയിച്ച അളവുകളും കിലോമീറ്ററുകളുമുണ്ട്. അതിന് പോലും യാതൊരു തീരുമാനങ്ങളും എടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഫാസ്ട്രാക്കില്ല എങ്കിൽ ആ ആളുകളുടെ ഒരു വണ്ടി മുന്നിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി പോകുന്നത് വരെ വളരെ ധൃതിയിൽ പോവേണ്ട വണ്ടികൾ പോലും അതിന്റെ ബാക്കിൽ നിന്ന് ഓണടിക്കുന്ന അല്ലെങ്കിൽ റിവേഴ്സ് വന്ന് കാലിയുള്ള സ്ഥലത്തേക്ക് കൂടി പോകേണ്ട ഒരു സാഹചര്യമാണ്. അതിനു പോലുമുള്ള സൗകര്യങ്ങളും മറ്റൊന്നും ചെയ്യാതെയാണ് ഇത്തരത്തിൽ ധൃതിയായി ചെയ്തിട്ടുള്ളത്. ഞാൻ അധികം വിഷയത്തിലേക്ക് പോകുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുവിടെ പ്രസംഗിക്കുന്ന പാർട്ടിയുടെ കരുത്തനായ തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിസാർ സാഹിബ് വളരെ വിശദമായിട്ട് ഇവിടെ നിങ്ങളോട് പ്രതിപാദിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ പ്രതിഷേധ ജാഥയുടെ ധർണയുടെയും അധ്യക്ഷനായിട്ടുള്ള പാർട്ടിയുടെ അതവനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു സഹപ്രവർത്തകർ, പ്രിയപ്പെട്ടവരെ, നമ്മള് അനധികൃത ടോൾ പ്ലാസക്കെതിരെ ഒരു പ്രതിഷേധ ധർണ മാർച്ചും തീരുമാനിച്ചപ്പോൾ പല സുഹൃത്തുക്കളും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമവിരുദ്ധമായ ഒരു ടോൾ പ്ലാസ എന്ന് പറയാനുള്ള കാരണം എന്ന് പല മാധ്യമ സുഹൃത്തുക്കളും പല വ്യക്തികളും എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അവരോട് ഞങ്ങൾ വിശദീകരിച്ചത്, വെട്ടിച്ചിറ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ ടോൾ പ്ലാസ തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ടോൾ പ്ലാസക്ക് മറ്റൊരു ടോൾ പ്ലാസയുമായിട്ടുള്ള ദൂരം 60 കിലോമീറ്ററാണ്. എന്തെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ടെങ്കിൽ അതിൽ ചെറിയ ഇളവ് ആവാമെന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വെട്ടിച്ചിറ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തില് വെട്ടിച്ചിറ ടോൾ പ്ലാസ നിർമ്മിക്കേണ്ടമായ സാഹചര്യമില്ല എന്നത്. മറ്റൊന്ന്, 20 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമോ അല്ലെങ്കിൽ അതിനനുവദീയമായ പാസോ നൽകണമെന്ന് വളരെ നിയമപരമായിട്ട് തന്നെ എഴുതി വെച്ചിരിക്കുക. 20 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കടന്നു പോകാൻ പാസ് അനുവദിക്കണമെന്ന് പറയുന്നിടത്ത് പോലും അതുപോലും അവഗണിച്ചുകൊണ്ടാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ടോള് കൊടുക്കാതെ പോവാൻ കഴിയുന്ന ഒരു റോഡ് അത് ബദലായിട്ടുണ്ടാകണമെന്നുള്ളത് നിയമം വളരെ കർശനമായിട്ട് അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ അനധികൃതമായി നിയമവിരുദ്ധമായി ഒരു ടോൾ പ്ലാസ പറഞ്ഞതുപോലെ ടോൾ കൊടുക്കാതെ ആർക്കെങ്കിലും യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പ്രദേശത്തുള്ളത്. ഒരു പൗരന് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം അത് ഹനിക്കുന്ന രീതിയിലാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ടോൾ പ്ലാസ നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നത്. നേരത്തെ ഇതിനെ ഗൗരവതരത്തിൽ ഇടപെടേണ്ട, ഇതിനെ നിയമസഭയിലും പാർലമെന്റിലും ഭരണസിലാ കേന്ദ്രങ്ങളിലും ഈ വിഷയം ഉന്നയിക്കേണ്ട അധികാരവർഗം എന്ന് പറയുന്ന ഇവിടുത്തെ മുഴുവൻ അധികാരങ്ങളും കൈയാളുന്ന മുസ്ലിം ലീഗ് യാതിനെതിരെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് എല്ലാ സമരത്തിനെതിരെയും ആദ്യമേ മൗനം പാലിക്കാറാണുള്ളത്. കുമ്പള ടോൾ പ്ലാസ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിശക്തമായി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരികയും
അവിടെ ഞങ്ങളുടെ പ്രവർത്തകര് അതിശക്തമായ സമരം നടത്തുകയും നിരന്തരമായി കേസും അതുപോലെ മറ്റുള്ള നിയമപരമായ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയും അവിടെ ജനങ്ങൾ ആ ടോൾ പ്ലാസക്കെതിരാണ് എന്ന് കണ്ടപ്പോൾ അവസാന ഘട്ടത്തില് ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ MLA ആണ് ഇത് നടത്തിയെടുത്തത് എന്ന് പറയുന്ന രീതിയിലേക്ക് മുഴുവൻ സമരങ്ങളുടെയും ബാക്കിൽ നിന്ന് അവിടുത്തെ പൊതുജനങ്ങളും അവിടുത്തെ SDPI പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് അവരുടെ കഴിവ്, അവരുടെ സമയം, അവരുടെ സമ്പത്തുമൊക്കെ ചെലവഴിച്ച് പ്രതിഷേധങ്ങൾ നടത്തി ആ സമരം